ഗ്രേറ്റർ ദാൻ ഒന്നും ഇല്ലേ? ഇല്ല. പറ്റുമല്ലോ മിസ്സേ. റെഗുലർ ആണോ അല്ലേ? ഈ തന്നിട്ടുള്ള ലാംഗ്വേജ്, the given language is regular or not. റെഗുലർ ആണോ? വൈ? റീസൺ? കാരണം നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലേ എ ഫോളോഡ് ബൈ ബി എന്നുള്ള. വരയ്ക്കാൻ പറ്റും. ആ ഓക്കെ, സോ ലിസൺ, ഇത് റെഗുലർ ലാംഗ്വേജ് ആണ്. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ NS ഫൈനൈറ്റ് ആണ്. ഇഫ് NS ഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഒരു 50A ഫോളോഡ് ബൈ 50B ആയിരിക്കും. ഈ ഒറ്റ ഒരു സ്ട്രിങ് ആയിരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫൈനൈറ്റ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്? റെഗുലർ ആണ്. അതേ സമയത്ത് n ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സ് ഏതൊക്കെയാണ്? AB അക്സെപ്റ്റഡ് ആണ്, AABB അക്സെപ്റ്റഡ് ആണ്, AAA BBB അക്സെപ്റ്റഡ് ആണ്. സോ ഈ കേസ് നമുക്ക് ഏതിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല? ഓട്ടോമാറ്റ കൊണ്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. റീസൺ, നമ്പർ ഓഫ് A ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് B ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് A ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് B. അത് ഒരിക്കലും ഏതിൽ പോസിബിൾ അല്ല? ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ പോസിബിൾ അല്ല. അങ്ങനെ കൗണ്ട് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് A എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, B എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഓരോന്നിനും ഓരോ ഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് പോസിബിൾ അല്ല അല്ലേ? യൂസർ കൊടുക്കുന്ന ഏത് ഇൻപുട്ട് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. അത് ഒരിക്കലും ഏത് വെച്ച് ചെയ്യാൻ പറ്റില്ല? ഫൈനൈറ്റ് ഓട്ടോമേറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇസ് മൈ പോയിന്റ് ക്ലിയർ? പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലായില്ല? മനസ്സിലായി. മനസ്സിലായി. സാന്ദ്ര മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, സോ നെക്സ്റ്റ് അബൌട്ട് ഇതുപോലെ തന്നെ കുറെ നോൺ റെഗുലർ ലാംഗ്വേജസ് ഉണ്ട് കേട്ടോ. നോൺ റെഗുലർ ലാംഗ്വേജസ് ഉണ്ട്. ദാറ്റ് ഇസ് A പവർ n B പവർ m, വേർ n ഈക്വൽ ടു m അതും ചെയ്യാൻ പറ്റില്ല. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m അതും പറ്റില്ല. n നോട്ട് ഈക്വൽ ടു m അതും പറ്റില്ല. ഈ കേസസ് ഒന്നും, അതായത് ഇഫ് ദ കൺസ്ട്രെയിന്റ് ഇസ് സ്ട്രിക്ട്ലി സ്പെസിഫൈഡ് ആണെങ്കിൽ ഒരിക്കലും അത് റെഗുലർ ലാംഗ്വേജ് അല്ല. ഫോർ ദാറ്റ് വി കാൻറ്റ് ഏബിൾ ടു കൺസ്ട്രക്ട് എന്താണ്? ദി ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, സോ ദ നെക്സ്റ്റ്, അതുപോലെ A power p, p is a prime number, p is a prime, is it regular or not? Not regular. Not regular. അതുപോലെ A power 2 power i exponential, അതും എന്താണ്? It is not regular. Okay, so ഇതൊക്കെ നോട്ട് റെഗുലർ ലാംഗ്വേജസിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ സെറ്റ് ഓഫ് പാലിൻഡ്രോം, സെറ്റ് ഓഫ് പാരാന്തസിസ്, വെൽ ഫോംഡ് പാരാന്തസിസ്, ഇതൊന്നും ഒരിക്കലും ഏത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല? ഫൈനൈറ്റ് ഓട്ടോമാറ്റ കൊണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ നമുക്ക് എക്സ്ട്രാ മെമ്മറി ഇസ് നോട്ട് അവൈലബിൾ, സോ ദാറ്റ് എന്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനത്തെ കൺസ്ട്രെയിൻസ് വരുന്ന കേസസ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഇഫ് ഇറ്റ് ഇസ് ഫൈനൈറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് n is equal to m is equal to 5 ആണെങ്കിൽ it is a regular language. ഓക്കെ, അതായത് the number of n and number of m is equal to 5 തന്നിട്ടുണ്ടെങ്കിൽ it is finite ആണ്. സോ ഫൈനൈറ്റ് ആണെങ്കിൽ we can construct എന്താണ്? ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, ഒരിക്കലും ഒരു ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല? റെഗുലർ ആവില്ല. ഓക്കെ, ബാക്കിയൊക്കെ ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, സോ ഒരിക്കലും ഒരു ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് ഷുഡ് നോട്ട് കം അണ്ടർ എന്താണ്? ഏതില്? റെഗുലർ ലാംഗ്വേജ് വരില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് ഇറ്റ് ഇസ് A power n എന്ന് പറയുന്നത്, ഈവൻ ദോ ഇഫ് ഇറ്റ് ഇസ് ഇൻഫൈനൈറ്റ്, ഇറ്റ് ഇസ് എ റെഗുലർ ലാംഗ്വേജ്. റീസൺ എന്താണ്? A എത്ര പ്രാവശ്യം വേണമെങ്കിലും വരാം. അത് നമുക്ക് ഏത് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? ഫൈനൈറ്റ് ഓട്ടോമാറ്റ വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇഫ് ദ നമ്പർ ഓഫ് വേരിയബിൾസ്, അതായത് എയും ബിയും അങ്ങനെ രണ്ട് വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ഏത് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല? ഫൈനൈറ്റ് ഓട്ടോമാറ്റ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
So this is about regular language and not regular language. So the next heading is grammar. Grammar already we have discussed grammar, alle? Compiler ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Okay, so ഗ്രാമറിൽ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്? അതിന്റെ tuples, context free grammar. How many tuples are there for representing grammar? 4. 4 അല്ലേ? 4. 4. It is B, T, P and S, where B represent the set of non-terminals, T terminals, P production and S is our start simple. Okay, then here we have എന്താണ് ഗ്രാമറിൽ ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ listen one second. So take down a question. G is equal to given grammar. G is equal to S A comma B P comma S. This is represented. This is your non-terminals. These are our set of terminals. P which represents the production, and here S represents the start symbol. And let the production be P is equal to S derives A S B or B. Okay. Find the language. Find the language. Wait. So, ഈ ഗ്രാമറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഗ്വേജ് ഐഡന്റിഫൈ ചെയ്യാം. ഫൈൻഡ് ദി ലാംഗ്വേജ്. ഓക്കെ, ഒന്ന് വേഗം ചെയ്തേ. എന്താണ് ലാംഗ്വേജ് വരുന്നത് നോക്കാം. Okay, so for finding the language എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഡിറൈവ് ചെയ്ത് സെറ്റ് ഓഫ് സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സ് ആദ്യം കളക്ട് ചെയ്യാം, എന്നിട്ട് ഡിഫൈൻ ദ ലാംഗ്വേജ്. ഓക്കെ, സോ വിച്ച് ആർ ദ സ്ട്രിങ്സ് അക്സെപ്റ്റഡ് ബൈ ദിസ് ഗ്രാമർ? Which are the strings accepted by this grammar? Mubin? Mubin? Which are the strings accepted by this grammar? A, B, B, B. B. Okay. So which is the minimum length string? A, B ആണോ? A, B accept ചെയ്യൂ ഇത്.
A, B, B. Okay, listen. So the first string B മാത്രം അത് accepted ആണ് അല്ലെ? അല്ലെങ്കിൽ S derives A, S, B രണ്ട് പ്രൊഡക്ഷനും നമുക്ക് എടുക്കാം. ഇനിഷ്യലി ഞാൻ ഈ പ്രൊഡക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത സ്ട്രിംഗ് B ആണ്. Again the next ഈ ഡെറിവേഷൻ അപ്ലൈ ചെയ്തു. സോ the next string B ഈ S ന് പകരം ഞാൻ B ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. So it becomes A, B, B. Then S derives A, S, B. Test ഈ S ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ പ്രൊഡക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So it becomes A, S, B, B. Again we can substitute. Instead of this S we can substitute either B or A, S, B. So here it is A, B, B, B. Okay. So ഇത് ഇത്രയും ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത്രയും സ്ട്രിങ്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? Or how we can write the language? The number of B യുടെ കൗണ്ട് എന്ന് പറയുന്നത് ഒരെണ്ണം കൂടുതലാണ്. എയുടെ കൗണ്ടിനെക്കാട്ടും B യുടെ കൗണ്ട് ഒരെണ്ണം കൂടുതലാണ്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ ഇവിടെ നോക്ക്, B യുടെ കൗണ്ട് എന്താണ്? B 2 ആണ്, A 1 ആണ്. ഇവിടെ എന്താണ്? A ഇല്ല, B ഒരു പ്രാവശ്യമാണ്. So here we can write the languages A power n plus 1, B power n. Sorry, A power n and B power n plus 1. Where n greater than or equal to 0. Is it right? ഇങ്ങനെ എഴുതാമോ? എഴുതാം. Okay, or otherwise we can write എന്താണ്? L is equal to A power n minus 1, B power n, where n greater than or equal to 1. This is also right. Okay. ഓക്കെ, സോ ഈ കേസിലാണ് നമ്മുടെ ആംബിഗ്വസ് ഗ്രാമറിന്റെ കേസിൽ എന്താണ് ആംബിഗ്വസ് ആണോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു ഗ്രാമർ തന്നിട്ട് വെദർ ഇറ്റ് ഈസ് ആംബിഗ്വസ് ഓർ നോട്ട് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ആംബിഗ്വസ് ഓർ നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം മോർ ദാൻ വൺ പാസ് ട്രീ ഫോർ ദ സെയിം ഇൻപുട്ട് സ്ട്രിംഗ് ആണെങ്കിൽ യൂസ് ടു സേ ദാറ്റ് given grammar is ambiguous. Then elimination of context free grammar. 3 type of eliminations ആണുള്ളത്. Elimination of null production, unit production or useless production. Okay. Then 2 normal forms. ഏതൊക്കെയാണ് 2 normal forms ഉള്ളത്? 2 normal forms. ഇന്ന് എന്ത് പറ്റി ശരിക്കും? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. ക്വസ്റ്റ്യൻ എന്താ? What are the 2 normal forms? Context free grammar ന്റെ 2 normal forms ഏതൊക്കെയാണ്? ചോംസ്കി നോർമൽ ഫോം, ഗ്രൈബാക്ക് നോർമൽ ഫോം. ഗ്രൈബാക്ക് നോർമൽ ഫോം, 2 നോർമൽ ഫോം ആണുള്ളത്. ചോംസ്കി നോർമൽ ഫോം ആൻഡ് ഗ്രൈബാക്ക് നോർമൽ ഫോം. ഓക്കെ, സോ രണ്ടിലും അതായത് ഇതിലൊരു എന്താ പറയുന്നത്, ഒരു ഗ്രാമറിന്റെ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഗ്രൈബാക്ക് ആൻഡ് ചോംസ്കി നോർമൽ ഫോം. ഇൻ ഷോർട്ട് വി യൂസ് ടു കോൾ ഇറ്റ് as CNF and GNF. അല്ലെ, CNF and GNF. സോ CNF-ൽ എന്താണ് റെസ്ട്രിക്ഷൻ? ഓർമ്മയില്ല, CNF-ൽ എന്താണ് റെസ്ട്രിക്ഷൻ? റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 നോൺ ടെർമിനൽസോ അല്ലെങ്കിൽ ഒരു ടെർമിനലോ. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇറ്റ് മേ ഹാവ് എന്താണ് 1 ടെർമിനൽ ഓർ അതർവൈസ് 2 നോൺ ടെർമിനൽസ്. സോ അതാണ് ഏതിലുള്ള റെസ്ട്രിക്ഷൻ? CNF-ൽ. ഈ 2 കേസസിലും വി ഹാവ് ടു എലിമിനേറ്റ് എന്താണ്? യൂണിറ്റ് പ്രൊഡക്ഷൻ എലിമിനേറ്റ് ചെയ്യണം, നൾ പ്രൊഡക്ഷൻ എലിമിനേറ്റ് ചെയ്യണം. Then unit, null and as well as എന്താണ് epsilon production. ഇത്രയും റെഡ്യൂസ് ചെയ്തിട്ട് വേണം ചോംസ്കി നോർമൽ ഫോം ചെയ്യാൻ. Okay, so the next is about GNF, Greiback normal form. So in order to convert a given grammar to Greiback normal form, first we have to convert എന്താണ് the given grammar to CNF, and then we need to construct എന്താണ്, we need to convert the given grammar to GNF. Okay, so GNF-ന്റെ restriction എന്താണ്? What's the restriction? അല്ലെങ്കിൽ അതിന്റെ ഫോം എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് ടെർമിനൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. Okay, so the right hand side, it starts with the terminal followed by
set of non-terminals. Okay, so the right hand side, the first element should be a terminal followed by endana set of non-terminals. So this is a restriction in GNF. Okay. Then push down automata, എത്ര tuples are use ചെയ്യുന്നത് in push down automata? How many tuples are there? ഓർമ്മയുണ്ടോ? PDA, how many tuples? 7 tuples ആണ്. 7 tuples ഏതൊക്കെയാണെന്നാണോ? അത് ക്യൂ, സെറ്റ് ഓഫ് സ്റ്റേറ്റ്, സിഗ്മ, പിന്നെ സ്റ്റാർട്ട് സിമ്പിൾ, ക്യൂ, സിഗ്മ, ഡെൽറ്റ, Q0F. എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ഇനിഷ്യലി ഉള്ള അഞ്ചെണ്ണം അത് എഴുതാം. ഓക്കെ, ദെൻ എക്സ്ട്രാ ആയിട്ട് ഇവിടെ വരുന്ന ഏതൊക്കെയാണ്? ഇറ്റ് ഇസ് സ്റ്റാക്ക് കണ്ടെയ്നിങ് ദി സിമ്പിൾ, so which stack containing symbol, and next is dollar ആണോ Z0 ആണോ? ഡോളർ ആണോ? അതെ, ഡോളർ ആണ്. സോ which represent എന്താണ്? initially stack dollar വെച്ച്. Which represents the start initial symbol on the stack. Then here transition, how do we define the transition function? How can we define the transition function? എപ്പോഴും എങ്ങനെയാണ് നമ്മൾ റെഫർ ചെയ്യാം? സ്റ്റേറ്റ് വേഴ്സസ് ഇൻപുട്ട് ആസ് വെൽ as സ്റ്റാക്കിന്റെ ടോപ്പ് സിംബൽസ് അല്ലെ? ട്രാൻസിഷൻ ഫംഗ്ഷൻ എപ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് വേഴ്സസ് ഇൻപുട്ട്, ഇൻപുട്ട് ടൈപ്പിലുള്ള എലമെന്റ് വിച്ച് മേ ബി ഐദർ സിഗ്മ ഓർ എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ ഇസ് ഓൾസോ കൺസിഡർ, എപ്സിലോണും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും അല്ലെ ഇൻപുട്ടിൽ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സ്റ്റാക്കിന്റെ സ്റ്റാക്ക് കണ്ടെയ്നിങ് സിമ്പിൾ ടോ which is equal to, which gives എന്താണ് അപ്ഡേഷൻ എന്തൊക്കെയായിരിക്കും? സ്റ്റേറ്റ് ആസ് വെൽ as സ്റ്റാക്ക് അല്ലെ? ഇത് കാണാണ്ട് അത്ര അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. റീസൺ എന്താണ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്റ്റാക്കിന്റെ ഇത് പുഷ് ഡൗൺ ഓട്ടോമേറ്റയിലാണെങ്കിൽ ഇത് ട്രാൻസിഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? ദാറ്റ് ഇസ് Q1, A, capital A gives എന്താണ് Q2 അല്ലെങ്കിൽ Q1, small d ഇങ്ങനെയായിരിക്കും കൊടുക്കുക അല്ലെ? സോ വി ക്യാൻ റിമെമ്പർ എന്താണ് ഇവിടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഫസ്റ്റ് വി നീഡ് ടു റെഫർ സ്റ്റേറ്റ് വേഴ്സസ് ഇൻപുട്ട് ആൻഡ് ഓൾസോ ദ സ്റ്റാക്ക് സിമ്പിൾ റെഫർ ചെയ്യാം. ആൻഡ് ഔട്ട്പുട്ട് മസ്റ്റ് ബി ഓഫ് ദ ഫോം സ്റ്റേറ്റ് ആസ് വെൽ as എന്താണ് സ്റ്റാക്കിന്റെ ആൽഫബറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ പുഷ് ഡൗൺ ഓട്ടോമേറ്റ ഇസ് ഡിഫൈൻഡ്. Push down automata is defined by 7 tuples. So these are the tuples. Okay. So push down automata accept in a language. The language accepted by push down automata accepted as context free language. Language accepted by push down automata is context free language. So ഇവിടെ ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ടെങ്കിൽ if you can able to define a push down automata, then we can say the given language is context free or otherwise it is not. Okay, so here which are the language? A power n, B power n. നേരത്തെ നമ്മൾ റെഗുലർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ എന്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? കോണ്ടെക്സ്റ്റ് ഫ്രീയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണോ? സോ ഇറ്റ് ഇസ് A power n where n greater than or equal to 0 എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. Okay, similarly, A power n where n greater than 0. What's the type of this language? What's the type of this language? What's the type of this language? Regular language അല്ലേ? അതെ, റെഗുലർ ലാംഗ്വേജ് ആണ്. സോ റെഗുലർ ലാംഗ്വേജ് ആണെന്ന് പറയാം as well as കോണ്ടാക്ട്. ഇത് തന്നെ ഏത് വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? പുഷ് ഡൗൺ ഓട്ടോമേറ്റ വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന്റെ ഹയർ വേർഷനൊക്കെ കൊണ്ട് ഈ പറയുന്ന ലാംഗ്വേജിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു ഓട്ടോമാറ്റ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതേ സെയിം ലാംഗ്വേജിനെ ഏതും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഹൈറാർക്കി അറിയാം. ടെസ്റ്റ് എപ്പോഴും എന്താണ്? ടെസ്റ്റ് ഇസ് പുഷ് ഡൗൺ ലീനിയർ ഓട്ടോമാറ്റ ഓർ ഫൈനൈറ്റ് ഓട്ടോമാറ്റ. താഴെ നിന്നാണല്ലോ നമ്മൾ പഠിക്കുക ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ദെൻ കംസ് എന്താണ് നെക്സ്റ്റ്? കോണ്ടെക്സ്റ്റ് ഫ്രീ.
or PDA, LDA to English. Okay. So, ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിന് ഫൈനൈറ്റ് ഓട്ടോമാറ്റ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് PDA നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിന് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ അതിന്റെ ഔട്ടർ വേർഷൻസിനെ കൊണ്ട് അതും ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സർക്കിളിന്റെ ഔട്ടർ ഓട്ടോമാറ്റ അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരിക്കലും ഇത് റെഗുലർ ഇത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ മാത്രം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, ഏത് ഇത് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, so what about this language? L is equal to WWR, whether it is context free or not. W element of A plus B the whole star. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതല്ലേ ലാസ്റ്റ് ഇയറിൽ? ചെയ്തിട്ടുള്ളതാണ്. എന്നാ ഒന്ന് പറഞ്ഞേ. പക്ഷെ ഓർക്കുന്നില്ല. ഓക്കെ, so listen, WWR, where W element of A plus B the whole star. ഓക്കെ, ഇതൊന്നും ഓർമ്മയില്ല അല്ലേ? ഓക്കെ, എനിക്ക് ഓർമ്മ ഉണ്ടെന്നുള്ളത് കാരണമാണ് ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നത്. ഓക്കെ, so WWR, so before that WCWR, where W element of A plus B the whole star. ഓക്കെ, സോ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നതും ഏത് ടൈപ്പ് ആണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. റീസൺ എന്താണ്? W എന്ന് പറയുന്നത് which must be എന്താണ്? കോമ്പിനേഷൻ ഓഫ് A or B ആണ്. ഓക്കെ, ആൻഡ് CWR. അപ്പം ഒരു ലാംഗ്വേജ് ഒരു സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് AB ആണെങ്കിൽ C പിന്നെ B A ആയിരിക്കും അല്ലെ? എപ്പോഴും എങ്ങനെയായിരിക്കും? മിനിമം ലെങ്ത് ഉള്ള സ്ട്രിംഗ് എടുക്കുകയാണെങ്കിൽ എന്താണ്? A followed by B followed by B തന്നെ ആവണമെന്നില്ല. A plus B the whole star ആണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എയും ബിയും എന്നുള്ള കോമ്പിനേഷൻ എടുത്തിട്ടുണ്ട്. AB ആണെങ്കിൽ ഇവിടെ വരുന്നത് ഇത് W ആണെങ്കിൽ ഇത് WR. ഓക്കെ, ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളതൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യമേ C1 വരെ പുഷ് ചെയ്തോണ്ടിരിക്കണം. എന്നിട്ട് C എപ്പോഴാണ് വരുന്നത് ഒപ്പം വേറൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴാണ്? എങ്ങനെയാ പോപ്പ് ചെയ്യാം? സ്റ്റാക്കിലുള്ള സിമ്പിളും നമ്മുടെ ഇൻപുട്ട് ടൈപ്പിലുള്ള സിമ്പിളും സെയിം ആണെങ്കിൽ പോപ്പ് ചെയ്യാം. അങ്ങനെയല്ലേ ചെയ്യാറ്? ഇൻസേർട്ട് ചെയ്യുമ്പോ സ്റ്റാക്കിൽ എയോ ഇൻപുട്ടിൽ ബിയോ ഏത് വന്നാലും നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അതിനുള്ള ട്രാൻസിഷൻസ് നമ്മൾ എഴുതിയാൽ മതി. ബട്ട് അറ്റ് ദ സെയിം ടൈം പോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബിയും ഇവിടെ എയും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇൻപുട്ടിലും സ്റ്റാക്കിലും സെയിം എലമെന്റ് ആണെങ്കിൽ പോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് നമുക്ക് ഒരു എന്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും? പുഷ് ടു ഓട്ടോമാറ്റ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദി ഗിവൻ ലാംഗ്വേജ് ഇസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദിസ് WWR? ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയായിരിക്കും വരുന്നത്. അത് ചെയ്യാൻ പറ്റുമോ മിസ്? ഓർക്കുന്നില്ല. അത് ഓർക്കുന്നില്ലെന്ന്. WWR നമുക്ക് ചെയ്യാൻ പറ്റും. റീസൺ ഇതില് ഒരു ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. നമുക്ക് പുഷ് ഡൗൺ ഓട്ടോമാറ്റയിലും രണ്ട് കാറ്റഗറി ഉണ്ട്, ഡിറ്റർമിനിസ്റ്റിക് ആസ് വെൽ ആസ് നോൺ ഡിറ്റർമിനിസ്റ്റിക്. വൈറസ് ഇതിൽ ഡിറ്റർമിനിസ്റ്റിക് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ ഒരു കാറ്റഗറി ഉണ്ട്. എന്താണ് ഇതിലുള്ള പ്രോബ്ലം? എന്താണ്? എവിടെ വരെ പുഷ് ചെയ്യണം നമുക്ക് അറിയത്തില്ല അല്ലെ? എവിടെ വരെ പുഷ് ചെയ്യണം എന്നറിയില്ല, എവിടെ നിന്ന് പോപ്പ് ചെയ്യണം എന്നറിയില്ല. ഓക്കെ, ആ ഒരു ലൊക്കേഷൻ നമുക്കറിയില്ല. ഓക്കെ, സോ അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി ഞാൻ എന്ത് ചെയ്തു? ഇതുവരെ ഇൻസേർട്ട് ചെയ്തു. ദെൻ അടുത്തത് നമ്മൾ ഇൻസേർട്ട് ആണ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ കണ്ടീഷൻ എന്തായിട്ട് വരും? ABB ഞാൻ ഇൻസേർട്ട് ചെയ്തു. ദെൻ ഞാൻ പോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ പോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് തെറ്റായിട്ടുള്ള ഒരു ഇതായിരിക്കും വരുന്നത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് വീണ്ടും പഴയ സ്റ്റേജിൽ പോയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ബീനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബീനെ പോപ്പ് ചെയ്ത് നോക്കാം. അതായത് ഒരേ കണ്ടീഷനിൽ രണ്ട് ട്രാൻസിഷൻ എഴുതാം. അതായത് ഇങ്ങനെ എഴുതാം. Q0 കോമ B കോമ നമ്മുടെ സ്റ്റാക്കിലും B ആണല്ലോ. B ആണെങ്കിൽ എന്ത് ചെയ്യാം?
ഒരു കണ്ടീഷൻ അതിനെ പോപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻ, ഒരു കണ്ടീഷൻ അതിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ. സോ വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് ടു കണ്ടീഷൻസ് നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാം? ഈ ലാംഗ്വേജിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ അച്ചീവ് ചെയ്യാം. ക്ലിയർ ആയോ ഇത്? അതായത് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലം എവിടെ വരെ പുഷ് ചെയ്യണം, എവിടെ നിന്ന് പോപ്പ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് കണ്ടീഷൻ, അതായത് എപ്പോഴും നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, മോർ ദാൻ വൺ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പം ഒരു സൊല്യൂഷൻ തെറ്റാണെങ്കിലും ബാക്ക് ട്രാക്ക് ചെയ്ത് പ്രീവിയസ് സ്റ്റെപ്പിൽ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത സൊല്യൂഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രൊഡക്ഷൻ, ഈ പ്രൊഡക്ഷൻ ഒന്ന് അപ്ലൈ ചെയ്തു, ഇത് തെറ്റായിട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ആ സെയിം ട്രാൻസിഷൻ, സെയിം കേസിന് വൺ മോർ ട്രാൻസിഷൻ ഇസ് ദയർ. സോ അപ്ലൈ ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസിഷൻ. അത് അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ ആ സ്ട്രിങ് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ then we say എന്താണ്, the given string is accepted by the push on operator. ഓക്കെ, ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഇത് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ എന്ത് പറയാം, ഇത് which is accepted by the push on operator. Okay, so this given language WWR is also എന്താണ്, it is context free language ആണ്. So which is implemented by using non-deterministic push down automata, NPDA, non-deterministic push down automata. Is it clear? Is it clear? Okay, one more case. ഇത് ചെയ്യാൻ പറ്റുമോ നോക്ക്. W element of A plus B the whole step. Whether this language is context free or not? Whether this language is context free or not? ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Whether this language is context free or not? CFG അല്ലേ മിസ്സേ? PFG ആണോ ഇത്? ആണെന്ന് തോന്നുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും? WW ആണ്, അതായത് AB ആണെങ്കിൽ AB ആണ് അല്ലെ? ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. AB ആണെങ്കിൽ AB ആണ് അല്ലെ? ഇത് W ആണെങ്കിൽ ഇത് W ആണ്. ചെയ്യാൻ പറ്റുമോ ഇത്? ഇല്ലെന്ന് തോന്നുന്നു. റീസൺ എന്താണ്? ഇവിടെ സെയിം നമുക്ക് എന്താണുള്ളത്, സ്റ്റാക്ക് ആണുള്ളത്. അവൈലബിൾ മെമ്മറി എന്ന് പറയുന്നത് സ്റ്റാക്ക് ആണ്. അപ്പം W എന്നുള്ള സ്ട്രിങ് A വന്നപ്പോ ഞാൻ പുഷ് ചെയ്തെന്ന് വെച്ചോ, B വന്നപ്പോ ഞാൻ വീണ്ടും പുഷ് ചെയ്തെന്ന് വെച്ചോ. ബട്ട് ഒരിക്കലും വീണ്ടും AB വരുമ്പോൾ എനിക്ക് വീണ്ടും ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? ഈ Aയും ഇതും സെയിം ആണോ, ഇതും സെയിം ആണോ ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? ഇല്ല. റീസൺ എപ്പോഴും സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റും ഇവിടുത്തെ എലമെന്റും മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഒരിക്കലും ഏത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നേരെ ഇൻപുട്ടിന്റെ അറ്റ വരെ മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? അതും ഇല്ല നമുക്ക്. അപ്പൊ ഒരിക്കലും ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ലാംഗ്വേജ് WW is not a context free language. WW is not a context free language. ഒരിക്കലും WW എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. WR ചെക്ക് ചെയ്യാൻ കാരണം എന്താണ്? എപ്പോഴും W നമ്മൾ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതിന്റെ റിവേഴ്സ് ഫോം ആണ് കിട്ടുന്നത്. അപ്പം ഈ റിവേഴ്സ് ഫോമിലുള്ള വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് WWR എന്താണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ബട്ട് ഒരിക്കലും WW എന്നുള്ളത് ഒരിക്കലും ഏത് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പുഷ് ഡൗൺ ഓട്ടോമാറ്റ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ലാംഗ്വേജ് ഇസ് നോട്ട് എ കോണ്ടെക്സ്റ്റ് ഫ്രീ, നോട്ട് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഇതൊന്നും ഓർമ്മയില്ലേടാ നിങ്ങക്ക്? ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നല്ലോ ടിഒസിയില്, ഇല്ലേ? ഉണ്ടായിരുന്നോ ടിഒസിയില്? WCW എന്തോ ഉണ്ടായിരുന്നു. ഏതാ? WCW എന്ന് തോന്നുന്നു. PDയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. WCW. പിന്നെ CFG മറ്റേ ഇതാന്ന്, മറ്റേ പമ്പിംഗ് ലെമൺ വെച്ചിട്ട്. CFG പമ്പിംഗ് ലെമൺ വെച്ചിട്ട് ഏത് സോൾവ് ചെയ്യാനാ ചോദിച്ചത്? ക്വസ്റ്റ്യൻ ഓർക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല കുറെ ട്വിസ്റ്റ് ചെയ്തിട്ടല്ലേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് പാർട്ട് മാത്രമേ ഡയറക്റ്റ് ഉള്ളൂ.
ലാസ്റ്റ് പാർട്ട് മാത്രം ഡയറക്റ്റ് ആണ്. ബാക്കിയെല്ലാം ഒരുവിധം സ്റ്റാർട്ടിങ്ങിലും തന്നെ ഓട്ടോമാറ്റഡ് ഡിസൈനിങ്ങിൽ തന്നെ നോട്ട് സബ്സ്ട്രിങ് ഉള്ള ഓട്ടോമാറ്റഡ് ആയിരുന്നല്ലോ ഡിസൈൻ ചെയ്യാൻ. ഒരുതരം ട്വിസ്റ്റ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്കിനി ട്യൂറിംഗ് മെഷീനും കൂടി ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ട്യൂറിംഗ് മെഷീൻ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ക്വിസും കൂടി കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അറ്റൻഡൻസ് ക്വസ്റ്റ്യൻസ് കണ്ടാ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു. അത്ര ടഫ് ഒന്നും അല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ അഞ്ജലി ഒരെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കണ്ടില്ലേ? വലിയ ടഫ്നെസ് ഒന്നുമില്ല, ബട്ട് ഒന്നെല്ലാം ഒന്ന് റീകലക്ട് ചെയ്യാം പഠിച്ചതൊക്കെ. ഓക്കെ, ആദിൽ. അഭിജിത്ത്. അക്ഷര. ഓക്കെ, അഞ്ജലി. പ്രസന്റ് മിസ്. അഞ്ജു. ആൻഡോ. അപർണ ഡി. അപർണ പ്രതാപ്. അരവിന്ദ്. ആരം. അർജുൻ. ബിച്ചു. ജീവൻ. ജോസ്വിൻ. കൃഷ്ണരാജ്. മാധവ്. പ്രസന്റ് മിസ്. മറിയ. മറിയ ഉണ്ടായിരുന്നല്ലോ. മറിയ ഉണ്ടായിരുന്നു മിസ്. ആണ് നെറ്റ്. ഓക്കെ. മെർലിൻ. മുബിൻ. ഹാഫിസ്. റുബിൻ. നജ്മ. പ്രസന്റ് മിസ്. നൗറിൻ. പ്രസന്റ് മിസ്. പാർവതി. പ്രസന്റ് മിസ്. സാന്ദ്ര. Present miss. ശ്രീ പ്രസാദ്. Present miss. ശ്രുതി. ശ്രുതി. ശ്രുതി ഉണ്ട് മിസ്. ഉണ്ടല്ലേ? ഓക്കെ. വിഷ്ണുപ്രിയ. പ്രസന്റ് മിസ്. അജീന. അജീന. അജീനക്ക് എന്താ പ്രശ്നം ഉണ്ടല്ലോ? അഖിൽ. ഇത് പോയതാ മിസ്. അഖിൽ. ജോസ്മി. പ്രസന്റ് മിസ്. ആബ്സെന്റ് അഭിജിത്ത്, ആൻഡോ, അപർണ ഡി. അല്ലേ? Okay, so we can see in the next class. Thank you. Thank you, miss.